2008 മലേഗാവ് സ്ഫോടന കേസിനെ കുറിച്ചിട്ട് നമ്മൾ നിരവധി തവണ ഇവിടെ സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ മുംബൈയിലെ പ്രത്യേക NI കോടതി ഈ മലേഗാവ് സ്ഫോടന കേസിലെ 7 പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഇവർക്കെതിരെ ചുമത്തിയ UAP അടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്നുകൂടി ചൂണ്ടിക്കാട്ടിയിട്ടാണ് കോടതി ഇവരെ വെറുതെ വിട്ടിരിക്കുന്നത്. BJP മുൻ MP ആയ പ്രഗ്യാ സിംഗ് താക്കൂർ, കേണൽ പുരോഹിത് എന്നിവരടക്കമുള്ളവരെയാണ് വെറുതെ വിട്ടത്. കൂടാതെ ഈ മലേഗാവ് സ്ഫോടനത്തെക്കുറിച്ച് നമുക്കറിയാം, ഇതിൻ്റെ ഒരു അന്വേഷണം മഹാരാഷ്ട്ര ATSൻ്റെ തലവനായിരുന്ന ഹേമന്ത് കർക്കറെയായിരുന്നു തുടക്കമിട്ട. ഇതിലെ ഹിന്ദുത്വ സംഘങ്ങളെ വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ അന്വേഷണം കൂടിയിട്ടാണ്. ഈ വിഷയത്തിലേക്കാണ് നമ്മൾ ആദ്യം കിടക്കുന്നത്. അജിംസെ, ഇതിൽ ATS അന്വേഷണം ഏറ്റെടുക്കുന്നത് 2011 അതിനുശേഷമാണ് ഇതിൽ ഹിന്ദുത്വ സംഘങ്ങളുടെ വെളിപ്പെടുത്തലിനെ കുറിച്ചിട്ട് കൂടുതൽ ഗൗരവകരമായ പരാമർശങ്ങളുണ്ടായത്. 2011 NI ആണ് ഏറ്റെടുക്കുന്നത്. അതിനു മുമ്പാണ് ATS കണ്ടെത്തൽ. ഈ കണ്ടെത്തലിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഇതിലെ BJP നേതാക്കളടക്കമുള്ളവരുടെ പങ്കുകൾ. ഈ വെളിപ്പെടുത്തൽ പല ഘട്ടങ്ങളിലായിട്ട് ഇതിലെ പ്രതിപ്പട്ടികയിലുണ്ടായിരുന്ന ആൾക്കാരെ ഒഴിവാക്കണമെന്ന് പറയുന്നു NI. അതിനുശേഷം മക്കോക്ക നിയമം ഒഴിവാക്കുന്നു. പ്രഗ്യാ സിംഗ് താക്കൂറിനെ ഇതിൻ്റെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇങ്ങനെ NI ഏറ്റെടുത്തതിന് ശേഷം ഈ കേസിലുണ്ടായ കുറേ നീക്കങ്ങൾ അന്നേ സംശയദൃഷ്ടിയിൽ നിൽക്കുന്നതായിരുന്നു. ഇപ്പോൾ കോടതിയുടെ ഒരു വിധി കൂടിയിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് കാണുന്നത്? ഈ മലേഗാവ് സ്ഫോടനം ഒരു സ്റ്റാൻഡ് അലോൺ കേസല്ല. നമ്മൾ ഈ ഇതിലെത്ര പേരെ വെച്ച് 6 പേര്, 7 പേര്. 2008 സ്ഫോടനത്തിൽ 7 പേരാണ് വെച്ചത്. 2006 മലേഗാവ് സ്ഫോടനം നടന്നിട്ടുണ്ട്. അതിന് 2 വർഷം മുമ്പ്. അതിലാണ്ട് 36 പേരാണ് 2006 36 പേർ കൊല്ലപ്പെട്ട വലിയൊരു സ്ഫോടനം നടന്നത്. അത് പള്ളിക്കകത്തും ഖബർസ്ഥാനിനുള്ളിലുമാണ് സ്ഫോടനം നടന്നത്. സീരിയൽ ബ്ലാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ 2006 36 പേർ കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായും അന്നത്തെ ഒരു രീതി അനുസരിച്ച് തൊട്ടടുത്തുള്ള കുറേ മുസ്ലിം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അവരൊക്കെ സിമിക്കാരാണെന്ന് പ്രഖ്യാപിച്ചു പോലീസ്. അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് മലേഗാവിൽ 2ാം സ്ഫോടനം ഉണ്ടാകുന്നത്. അതിൽ വളരെ കുറച്ച് പേരെ മരിച്ചുള്ളൂ. ആദ്യത്തെ സൈക്കിളിലാണ് പ്ലാൻ ചെയ്തത്, ഇതിൽ മോട്ടോർ ബൈക്കിലാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇത് സ്റ്റാൻഡ് അലോൺ കേസല്ല എന്ന് തെളിയുന്നത് ഇതിൽ സ്വാമി അസീമാനന്ദ എന്ന് പറയുന്ന ഒരു RSS പ്രചാരകൻ അറസ്റ്റിലാവുന്നതോടെയാണ്. അയാൾ ജയിലിൽ വെച്ച് ഇൻട്രോഗേഷൻ അടക്കി അയാൾ കൺഫസ് ചെയ്തു. പിന്നീട് മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇത് എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്നുള്ളത്. അപ്പോഴാണ് ഇതൊരു സ്റ്റാൻഡ് അലോൺ കേസല്ല എന്ന് മനസ്സിലാവുന്നത്. 2000 മുതൽ 2011 വരെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നടന്നിട്ടുള്ള നിരവധി സ്ഫോടന കേസുകളുണ്ട്. ആ കേസുകളൊക്കെ ആരാണ് ചെയ്തത് എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ഹിൻ്റാണ് ആ കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടായിരുന്നത്. സ്വാമി അസീമാനന്ദയുടെ വേർഷൻ പ്രകാരം ഇത് ചെയ്തത് അഭിനവ് ഭാരത് എന്ന് പറയുന്ന ഹിന്ദുത്വ സംഘടനയാണ്. ആ ഹിന്ദുത്വ സംഘടന ഈ പറയുന്ന മലേഗാവ് സ്ഫോടനം മാത്രമല്ല നടത്തിയിട്ടുള്ളത്. മക്ക മസ്ജിദ് സ്ഫോടനം 2008, സംഝോത എക്സ്പ്രസ് സ്ഫോടനം, അതിലും നിരവധി ആളുകൾ മരിച്ചിരുന്നു. അതുപോലെ അജ്മീർ ബോംബ് ബ്ലാസ്റ്റ്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഇതൊക്കെ വലിയ ചർച്ചയാണ് ഇന്ത്യയിൽ. ഇന്ത്യ മുഴുവൻ ഇസ്ലാമിക് ടെററിസത്തിൻ്റെ കീഴിലേക്ക് മാറുന്നു. എല്ലായിടത്തും ബോംബ് പൊട്ടുന്നു. സാധാരണ രീതിയിൽ അന്നത്തെ രസം എന്ന് വെച്ചാൽ അരയിൽ ബെൽറ്റ് ബോംബ് ഉണ്ടോടാ എന്നൊക്കെ എല്ലാവരോടും ചോദിക്കുന്ന രീതിയിൽ വളരെ സ്വാഭാവികമായിരുന്നു അത്. ഒരാൾ താടി വളർത്തിയാൽ ഇന്ന് താടി ഫാഷൻ, അന്ന് താടി വളർത്തിയാൽ നീ മറ്റേതാണോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് അന്നത്തെ കൾച്ചറൽ എക്കോസിസ്റ്റം മാറിപ്പോയിരുന്നു. അപ്പോൾ അത്രമാത്രം ഭീതിതമായൊരു സാഹചര്യം ആ 10 വർഷം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അപ്പോൾ അസീമാനന്ദയുടെ കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിൽ യഥാർത്ഥത്തിൽ. അസീമാനന്ദയുടെ കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തുന്നത് ഹേമന്ത് കർക്കറെ മഹാരാഷ്ട്ര ATSൻ്റെ തലവനായിരുന്ന സമയത്ത് അദ്ദേഹം 2ാം മലേഗാവ് ബോംബ് സ്ഫോടനം അന്വേഷിച്ച് ഈ ലിങ്ക് കണ്ടെത്തുകയാണ് ചെയ്തത്. ആ ലിങ്ക് കണ്ടെത്തുന്നതിലൂടെയാണ് അസീമാനന്ദയെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ അറസ്റ്റൊക്കെ നടന്ന് നമുക്കറിയാം, ഹേമന്ത് കർക്കറെ തൊട്ടുടനെ നടന്ന ബോംബെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഈ അന്വേഷണത്തിൽ ഹേമന്ത് കർക്കറുടെ മരണമല്ല യഥാർത്ഥത്തിൽ ഈ അന്വേഷണം അട്ടിപ്പറിക്കപ്പെടാനും അതിൻ്റെ യഥാർത്ഥ ലിങ്കിലേക്കും ചെല്ലാതിരിക്കാനുള്ള കാരണം. അതിൻ്റെ കാരണം ഇതിൻ്റെ എല്ലാം മാസ്റ്റർ മൈൻഡായ ഇപ്പോൾ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനാണ് എല്ലാവരും മുഖ്യപ്രതി എന്ന് പറയുന്നത്. അവരാണ് ഇതിൻ്റെ ആസൂത്രക. കേണൽ ശ്രീകാന്ത് പുരോഹിത് സൈന്യത്തിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുവന്ന RDX ഉപയോഗിച്ചാണ് IED ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് NIA കണ്ടെത്തിയത്. പക്ഷേ ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ആൾ മറ്റൊരാളാണ്. അയാളുടെ പേര് സുനിൽ ജോഷി എന്നാണ്. അയാൾ ഈ 2ാം മലേഗാവ് സ്ഫോടനത്തിൽ തൊട്ട് തലേവർഷം കൊല്ലപ്പെട്ടു. അയാളാണ് ഇവരുടെ മുഴുവൻ മാസ്റ്റർ മൈൻഡും. ഇതെല്ലാം അറിയാവുന്ന ആളും അദ്ദേഹമായിരുന്നു. 2007 ദുരൂഹ സാഹചര്യത്തിൽ കർണാടകയിലെ ഉടുപ്പിയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ട കേസിൽ ആരെങ്കിലും പിടിച്ചോ അതൊന്നും അറിയില്ല. പക്ഷേ അയാൾ കൊല്ലപ്പെടുന്നതോടുകൂടി ഇതിലെ യഥാർത്ഥത്തിൽ തെളിവുകളാണ് നശിപ്പിക്കപ്പെട്ടത്. ഒരുപാട് വിവരങ്ങൾ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അയാൾ കൊല്ലപ്പെട്ടതോടുകൂടി ഇതിലെ കൊറാബറേറ്റീവ് എവിഡൻസ് കണ്ടെത്താൻ അന്വേഷണ ഏജൻസിയിൽ കഴിയാതെ പോയി. ഇപ്പം ഇന്നത്തെ കോടതി വിധിയിൽ ഇന്നത്തെ കോടതി വിധി എന്ന് പറയുന്നത് ഈ 1ാം മലേഗാവ് സ്ഫോടനം അല്ല കേട്ടോ, 2ാം മലേഗാവ് സ്ഫോടനം, കുറച്ചാളുകൾ മരിച്ച ഒരു സ്ഫോടന കേസിലാണ്. ആ കേസിൽ കോടതി വിധിയിൽ പറഞ്ഞെന്താണ്, സ്വാതി പ്രഗ്യാ സിംഗിൻ്റേതായിരുന്നു സ്ഫോടനത്തിന് ഉപയോഗിച്ച ബൈക്ക്. ആ ബൈക്ക്
സ്വാതി പ്രഗ്യാ സിംഗിൻ്റേതാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നാണ് അന്വേഷണ ഏജൻസിയോട് ചോദിക്കുന്നത്. കാരണം അവർ ഈ സ്ഫോടനത്തിന് 2 വർഷം മുമ്പ് അവർ സന്യാസം സ്വീകരിച്ചു. ഒരാൾ സന്യാസം സ്വീകരിക്കുമ്പോൾ ആ സന്യാസത്തിന് മുമ്പുണ്ടായിരുന്ന പൂർവാശ്രമത്തിൽ അവർ സ്വന്തമാക്കിയിരുന്ന മെറ്റീരിയൽസ് അവരുടേതാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അവർ ഈ ഐഹികമായ എല്ലാ വസ്തുക്കളെയും ഉപേക്ഷിച്ചാണ് സന്യാസം സ്വീകരിക്കുന്നത്. വളരെ വിചിത്രമായ വാദമാണ് കോടതിയുടേത്. മറ്റൊന്ന്, ഉപയോഗിച്ച ബോംബിൽ കേണൽ ശ്രീകാന്ത് പുരോഹിതിൻ്റെ കൈവിരലടയാളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്വേഷണ ഏജൻസി അപ്പോൾ അങ്ങനെ നിരവധി എന്താണ് പറയുക ഇൻവെസ്റ്റിഗേഷൻ ഫെയിലറുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പറയുന്ന ഇവരെ എക്സോണറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ എക്സോണറേറ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. ഇവരെ ആരെങ്കിലും ശിക്ഷിക്കും, മറിച്ചൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കര എന്ന എം സ്വരാജിൻ്റെ പ്രശസ്തമായ കോട്ട് തന്നെയാണ് ഈ ഘട്ടത്തിലുള്ളത്. ഇവരെ ശിക്ഷിക്കും എൻ ഐ എ കോടതി എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതിൻ്റെ കാരണം 2014 മോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം ഈ കേസ് മുമ്പേ തുടങ്ങിയ UPA സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ കേസാണ്. ആ കേസിലെ പ്രോസിക്യൂട്ടറായിരുന്ന രോഹിണി സൈലിയാൻ എന്ന് പറയുന്ന ഒരു പ്രോസിക്യൂട്ടർ തുറന്നു പറഞ്ഞു, NIA എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഈ കേസിൽ കുറച്ച് സോഫ്റ്റ് ആവണം, പ്രതികൾക്ക് അനുകൂലമായ രീതിയിൽ ഈ കേസ് വാദിക്കണം എന്ന് എൻ്റെ അടുത്ത് ഒരു NIA ഓഫീസർ വന്ന് പറഞ്ഞു. അതിന് ഞാൻ വഴങ്ങാതിരുന്നപ്പോൾ പിന്നെയും അയാൾ വന്ന് പറഞ്ഞു നിങ്ങളിവിടെ നിന്ന് മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞു. അവരെ മാറ്റുകയും ചെയ്തു. അപ്പോൾ ഒരു ഓൺഗോയിങ് കേസിൽ പ്രോസിക്യൂട്ടർ മാറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ആ കേസ് അട്ടിമറിക്കപ്പെടും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു എന്ന് മാത്രവുമല്ല, അഭിനവ് ഭാരത് ഞങ്ങളിൽപ്പെട്ടവരല്ല എന്നാണ് അതൊരു BJP പറയുന്നത്. സംഘപരിവാർ സംഘടനയല്ല അഭിനവ് ഭാരത്, അവർ എന്താണ് ഫ്രിഞ്ച് എലമെൻ്റാണ്, അവർ വേറെ തരം ആൾക്കാരാണ്, ഞങ്ങളിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അഭിനവ് ഭാരതിനെ കുറിച്ച് പിന്നെ നമ്മളെന്താ കേൾക്കുന്നത്, 2019 തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്ന് BJP ടിക്കറ്റിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ മത്സരിച്ചു. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു ഭീകരവാദ കേസ് പ്രതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാർലമെൻറ്റിലെത്തുന്നത്. പിന്നെ നമുക്ക് ഈ കേസ് എന്താവും എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പെക്ടേഷൻ ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഇതുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മറ്റ് മുഴുവൻ കേസുകൾ, സംജോത എക്സ്പ്രസ് സ്ഫോടന കേസ്, അജ്മീർ ദർഗാ സ്ഫോടന കേസ്, മക്കാ മസ്ജിദ് സ്ഫോടന കേസ്, മക്കാ മസ്ജിദ് സ്ഫോടന കേസിന് നിരവധി ആളുകളാണ് മരിച്ചത്. ഈ സ്ഫോടന കേസുകളിലൊക്കെ പ്രതി ചേർക്കപ്പെട്ടിരുന്ന ആളുകളെയൊക്കെ കോടതി കുറ്റവിമുക്തരാക്കുകയാണ് ചെയ്തത്. ഈ കേസിലെ ആളുകൾ കുറ്റവിമുക്തരാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അസീമാനന്ദ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിൽ അതിൽ പേര് പറഞ്ഞ ആളുകളെയൊക്കെ പ്രതി ചേർത്തെങ്കിലും അതിൽ പലരും അബ്സ്കോണ്ടിങ് ആണ്, ചിലരൊക്കെ ജയിലുണ്ട്. അവരെ പലരെയും കോടതി കുറ്റവിമുക്തരാക്കി. ഇപ്പോൾ അജ്മീർ സ്ഫോടന കേസിലെ പ്രതികളെ കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ് രാജസ്ഥാൻ ഹൈക്കോടതി. അവരിപ്പോൾ പുറത്താണുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അസീമാനന്ദ പിന്നീട് കൺഫെഷൻ എന്നെ പോലീസ് ഇടിച്ച് പറയിപ്പിച്ചതാണ്, ഞാൻ മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്ത് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണെന്നൊക്കെ പിന്നീട് പറഞ്ഞെങ്കിലും, അദ്ദേഹം ജാമ്യത്തിലിറങ്ങിയ ശേഷം പറഞ്ഞുവെങ്കിലും, ഇതിലെ ഏറ്റവും വലിയ മിസ്സിംഗ് ലിങ്ക് സുനിൽ ജോഷിയുടെ കൊലപാതകമാണ്. സുനിൽ ജോഷിയെ കൊന്നു കളഞ്ഞത് ഈ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിലേറ്റവും ഭയാനകമായ ഒരു സത്യം എന്ന് പറയുന്നത്, ഈ കേസുകളൊക്കെ നടന്നതാണ്, ഈ ബോംബുകളൊക്കെ പൊട്ടിയതാണ്, ഈ ആളുകളൊക്കെ മരിച്ചതാണ്. ഈ കേസ് ഇനി അന്വേഷിക്കണ്ടേ? ഇപ്പോൾ 2006 മലേഗാവ് സ്ഫോടന കേസ്, മലേഗാവ് സ്ഫോടനം 9 മുസ്ലിം ചെറുപ്പക്കാരെയാണ് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരുന്നത്. അവർ 2016 കുറ്റവിമുക്തരാക്കിയത്, 10 വർഷത്തിന് ശേഷം. ആ കേസിലൊന്നുമില്ല, ആ കേസിലൊരു അന്വേഷണമില്ല. അത് ആര് വെച്ചു അതറിയില്ല. ആ കേസ് അന്വേഷിക്കണ്ടേ? അതിലാർക്കും ഒരു വേവലാതിയുമില്ല. ഈ കുറ്റവിമുക്തരാക്കപ്പെട്ട ചെറുപ്പക്കാർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്, ഞങ്ങൾ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ്. ആ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞതിൽ ഇനിയും തീർപ്പായിട്ടില്ല. 2008 മാലേഗാവ് സ്ഫോടന കേസിൽ മരിച്ചവർക്ക് 2 ലക്ഷം രൂപ വെച്ച് കൊടുക്കാമെന്ന് ഇന്ന് കോടതി ഉത്തരവായിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 50,000 രൂപയും. അതാണ് ആകെ ഉണ്ടായിട്ടുള്ളത്. സംജോത എക്സ്പ്രസ് സ്ഫോടന കേസിൽ മരിച്ചവരിൽ പലരും പാകിസ്ഥാൻ സ്വദേശികളാണ്. പാകിസ്ഥാനിലേക്കുള്ള ട്രെയിനായിരുന്നു സംജോത എക്സ്പ്രസ്. അപ്പോൾ ആ സ്ഫോടന കേസ് ഉണ്ടായപ്പോൾ അത് ട്രെയിനിൻ്റെ ബോഗികളിലാണ് ഒരുപാട് പേര് മരിച്ചു. ആ കേസിൽ ആദ്യം സംശയിക്കപ്പെട്ട് ലഷ്കർ എ തൊയ്ബ മുതൽ പാകിസ്ഥാൻ ടെറർ ഏജൻസികൾ മുതലായിരുന്നു. ഈ സംജോത എക്സ്പ്രസ് കേസിലെ പ്രതികളെവിടെ? അവർക്ക് വല്ല ശിക്ഷയുണ്ട്? ഒന്നുമില്ല. അപ്പോൾ ഇന്ത്യയെ ശരിക്കും ഈ 2014 BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാൻ ആവശ്യമായ തരത്തിലുള്ള പൊളിറ്റിക്കൽ പോളറൈസേഷൻ നടക്കാനിടയായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ 1ഉം 2ഉം UPA സർക്കാരുകളുടെ കാലത്ത്, വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി 2ാം UPA സർക്കാരിൻ്റെ കാലം വരെ നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള ഇന്ത്യൻ നഗരങ്ങളിലെ ഭീകരാക്രമണങ്ങളായിരുന്നു. ഈ ഭീകരാക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ പോലീസിനെയോ സൈന്യത്തെയോ മന്ത്രിമാരെയോ MLA-മാരെയോ ആരും നല്ല ടാർഗറ്റ് ചെയ്യുന്നത് സാധാരണ മനുഷ്യരെ, അങ്ങാടിയിലും സ്കൂളിലും ബസ്സിലും ട്രെയിനിലും എല്ലാം ബോംബ് വെച്ച് സാധാരണ മനുഷ്യരെ, അവരെന്തിനു മരിക്കുന്നു പോലും അവർക്കറിയില്ല. അങ്ങനെ മരിച്ചവരെ കൊന്ന ആളുകളെ പറ്റി ഒരു അന്വേഷണവുമില്ല. എന്നാൽ അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്താണ്? അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് രാജ്യത്ത് വൻ തോതിലുള്ള ഇസ്ലാമോഫോബിയ വളരാൻ കാരണമായി. 2 വലിയ തോതിലുള്ള പൊളിറ്റിക്കൽ പോളറൈസേഷനും കമ്മ്യൂണൽ പോളറൈസേഷനും നടന്നു. അത് BJPക്ക് അനുകൂലമായ വോട്ടായി മാറി. അവരിന്നും 3 ടൈമായിട്ട് അധികാരത്തിലിരിക്കുന്നു. ഇത്രയും സംഭവം ഉണ്ടായിട്ട് ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒരു വേവലാതി ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുവന്നാണ്. ഇന്ന് ഈ പറയുന്ന വേർഡിറ്റിനെ കുറിച്ച് കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രതികരണം നടത്തിയ ഒരാൾ അസദുദ്ദീൻ ഒവൈസി മാത്രമാണ്. ഇന്ന് ഞാൻ രാവിലെ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഈ വിധി വന്നുകൊണ്ടിരിക്കുകയാണ്.
കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന, മധ്യപ്രദേശിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥിൻ്റെ അടുത്ത് ബൈറ്റ് വയ്ക്കുകയാണ്. ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം? കോടതി ഒരു കാര്യം സത്യമാണെന്ന് പറഞ്ഞാൽ അത് സത്യമല്ലേ, നുണയാണെന്ന് പറഞ്ഞാൽ അത് നുണയല്ലേ, അത് നമ്മൾ അംഗീകരിക്കേണ്ടേ? ഒറ്റ വാക്കിൽ അയാൾ ആ പ്രതികരണം നടത്തി. ഒന്നും ആലോചിച്ച് നോക്കി, ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ ഈ വിധി പ്രസ്താവത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരണം നടത്തി? മറ്റാരെങ്കിലും, കോൺഗ്രസോ സമാജ്വാദി പാർട്ടിയോ CPM-ഓ CPI ആരെങ്കിലും എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇത് രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിച്ച ഒരു കൂട്ടം, ഒരു ചെയിൻ ഓഫ് ഇവൻസിൻ്റെ ഒരു കൺക്ലൂഷനാണ്. ഇനി ഇതാരും അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. ഇനി ഈ കേസ് ആരും റീഓപ്പൺ ചെയ്യാൻ പോകുന്നില്ല. ഇതെന്ത് സംഭവിച്ചു എന്ന് ആരും പരിശോധിക്കുന്നില്ല. ഇതാരും ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. കാരണം രാജ്യം അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കും. പ്രൊഫസർ, ഈ UPA കാലത്ത് നടന്ന സ്ഫോടനങ്ങളെ കുറിച്ച് അജിംസ് പറഞ്ഞത് 2008 നടക്കുന്നത്. 6 പേരാണ് കൊല്ലപ്പെട്ട, 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ മഹാരാഷ്ട്ര ATSൻ്റെ കയ്യിൽ നിന്ന് NIA 2011 ഏറ്റെടുക്കുന്നത്. അതിനുശേഷം മോദി സർക്കാർ വന്നതിന് ശേഷം ഇതിൽ 40-ലേറെ സാക്ഷികൾ മൊഴിമാറ്റി കൂടിയിട്ടുണ്ടായി. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു കേസിലെ ഈ വിധി ഇത്തരത്തിലുള്ള ചെറിയ രാഷ്ട്രീയ പ്രതികരണത്തിൽ ഒതുങ്ങേണ്ടതല്ല, വലിയ തരത്തിൽ തന്നെ ബാക്കിയുള്ള പാർട്ടികൾ കൂടി ഏറ്റെടുക്കേണ്ടതല്ലേ? അത് അജിംസ പറഞ്ഞു നിർത്തിയ ഒരു കാര്യത്തിലാണ് എനിക്ക് തോന്നുന്നു ഞാൻ തുടങ്ങേണ്ടതെന്ന്. കാരണം ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പാണല്ലോ മുംബൈ സ്ഫോടന പരമ്പര കേസിലെ വിധി വന്നത്. അതിലും എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കുകയായിരുന്നു. നമുക്കറിയാതെ കുറ്റമുക്തരാക്കേണ്ടി വന്നത് സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ദീർഘകാലം ജയിലിൽ കിടന്നിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്ന ഉടനെ തന്നെ പ്രോസിക്യൂഷൻ തന്നെ അതിനെതിരെ അപ്പീൽ പോവുകയും അത് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അത് പക്ഷേ അതേസമയം തന്നെ തിരിച്ചവർ ജയിലിലേക്ക് പോകണ്ട എന്നൊരു ഇളവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഉടനെ തന്നെ നടപടിയെടുത്തു പ്രോസിക്യൂഷൻ, അല്ലേ? അപ്പോൾ ഈ കേസിൽ എന്താണ്? ഈ കേസിൽ പ്രോസിക്യൂഷൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അവർ അപ്പീൽ പോകുന്നുണ്ടോ? അപ്പീൽ പോകാൻ മാത്രം അവർക്ക് അവരുടെ കയ്യിൽ തെളിവൊന്നുമില്ല. വളരെ വളരെ ശൂന്യമായൊരു കേസാണ് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ കേസ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് അത്രയും അന്തസാര ശൂന്യമായ ഒരു ബേസിലാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇനിയിപ്പോൾ ഇവർ അപ്പീൽ പോയിട്ട് പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ കഴിയില്ല. അതേസമയം അതിൽ ഇരകളാക്കപ്പെട്ട ആളുകൾ അവർ ഒരു അപ്പീലിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സുപ്രീം കോടതി സമീപിക്കണമെന്നുള്ള നിലയിലാണ് അവരുടെ സമീപനമുള്ളതെന്ന് ഈ പറഞ്ഞത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സികേഷ്. അതായത് ആ പീരീഡിൽ നടന്നിട്ടുള്ള പലതരത്തിലുള്ള സംഭവങ്ങൾ, ഇതുപോലെയുള്ള സ്ഫോടനങ്ങൾ അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല. ഈ 2011 വരെയൊക്കെയുള്ള സമയത്ത് നമ്മൾ കണ്ട അത്രയും ആ സ്ഫോടനങ്ങളൊന്നും പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നതാണ്. ഈ അഭിനവ് ഭാരത് പോലൊരു സംഘടന, ഒരാൾക്കും അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. എന്താണത്, അവരുടെ പ്രവർത്തനം എന്താണ്, ആരാണ് അതിൻ്റെ പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇത് ആദ്യഘട്ടത്തിൽ ഈ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മുഴുവൻ അത് നേരിട്ട് മുസ്ലിങ്ങൾക്കാണ് അതിൻ്റെ പങ്കാളിത്തം എന്ന തലത്തിൽ അവരെയൊക്കെ സ്ഥിരമായിട്ട് ഇത്തരം എന്ത് സംഗതികൾ ഉണ്ടായാലും കസ്റ്റഡിയിലെടുക്കുന്ന കുറേ ആളുകളെ കസ്റ്റഡിയിലെടുത്ത് അവരെ തന്നെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്യുന്ന ഒരു നിലയിലേക്ക് പോയി. ATSൻ്റെ നേതൃത്വത്തിൽ മഹാരാഷ്ട്ര ATS ഹേമന്ത് കർക്കരയുടെ നേതൃത്വത്തിലുള്ള ആ അന്വേഷണം വന്നതോടുകൂടിയാണ് ആ കേസിനകത്ത് ഇത്തരമൊരു റെവല്യൂഷൻ ഉണ്ടാകുന്നത്. നമ്മൾ പലതും അന്നുവരെ കാണാത്ത ഹിന്ദുത്വ ഭീകരത എന്ന് പറയുന്ന, എപ്പോഴും ഭീകരപ്രവർത്തനം ഇസ്ലാമുമായി ബന്ധപ്പെടുത്തി മാത്രം, മുസ്ലിമുമായി ബന്ധപ്പെടുത്തി മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു ടെർമിനോളജി നമ്മൾ കേൾക്കാനിട വന്നത് അതോടുകൂടിയാണ്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അജിംസ് പറഞ്ഞത്. ഈ അസീമാനന്ദയുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രണ്ടാമത്തെ മാലേഗാവ് സ്ഫോടനത്തിൽ അയാൾ പ്രതി ചേർക്കപ്പെട്ടില്ല. പക്ഷേ മക്ക മസ്ജിദ് കേസിലും അതുപോലെ തന്നെ സംജോത എക്സ്പ്രസ് കേസിലും പുള്ളി പ്രതി തന്നെയായിരുന്നു. പ്രതിയായിരുന്ന അസീമാനന്ദൻ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ അത് കോടതിയിൽ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നില്ല. അഡ്വക്കേറ്റ് ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ മുഴുവൻ സമ്മതിക്കുക മാത്രമല്ല, ഈ അസീമാനന്ദ കിടന്നിരുന്ന സെല്ല് എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധി വധക്കേസിൽ ഗോപാൽ ഗോഡ്സെയെ പാർപ്പിച്ചിരുന്ന സെല്ലായിരുന്നു. അതിൽ അഭിമാനം കൊണ്ടു അയാൾ. ഗോപാൽ ഗോഡ്സെയെ പാർപ്പിച്ച ജയിലിൽ എനിക്ക് കിടക്കാൻ കഴിയുന്നു, ഇതിൻ്റെ പേരിൽ എന്നെ തൂക്കിക്കൊല്ലട്ടെ, ഞാൻ അതിൽ സന്തോഷവാനാണ്, എനിക്കതിൽ പ്രശ്നമില്ല, എന്തായാലും എനിക്ക് പ്രായമായി, ഇനി ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടി തൂക്കിക്കൊല്ലപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല എന്ന് വരെ പറഞ്ഞ മനുഷ്യനാണ് പുറത്തിറങ്ങി ഇത് മുഴുവൻ നിഷേധിക്കുകയും വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരം എന്നെ നിർബന്ധിച്ച് പറയിച്ചതാണെന്ന് പറയും. അതിനുശേഷം തന്നെ കാരവൻ ഇയാളെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. വീണ്ടും അയാൾ ആ കാര്യത്തിൽ വീണ്ടും എന്നെ ആരും നിർബന്ധിച്ച് പറയിച്ചതല്ല എന്ന സമീപനം എടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്ര വരെ പോയ കേസിലാണ് നമ്മൾ കണ്ടത് എല്ലാവരെയും വെറുതെ വിടുന്നത് കാണുന്നു. സംജോതയിലാവട്ടെ, അതുപോലെ തന്നെ മക്ക മസ്ജിദ് കേസിൽ
കേസിലാവട്ടെ അജ്മീർ കേസിലാവട്ടെ എല്ലായിടത്തും വെറുതെ വിടുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ കേസിൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു എന്താ പറയുക, ഇന്ന് അവിടെ നമ്മുടെ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ തന്നെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, അവിടെ എത്തുന്ന പ്രതികൾ തന്നെ ഒരിക്കലും ഞങ്ങൾ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്നൊരു സന്തോഷത്തോടു കൂടി തന്നെ വിധി കേൾക്കാൻ എത്തുന്ന ഒരു രീതിയാണ് ഉണ്ടായതെന്നാണ്. മാത്രമല്ല ഈ വിധിന്യായത്തിലെ അതിപ്പോൾ വിശദമായി നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ല, പക്ഷേ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അടുത്തോളം കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വിധിന്യായത്തിൽ കാണുന്ന ചില പരാമർശങ്ങൾ, അതായത് സ്ഫോടനം നടന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രോസിക്യൂഷന് എന്നാണ്. അതെന്തൊരു തെളിയിക്കലാണ്? സ്ഫോടനം നടന്നതാണ് നമ്മൾ കണ്ടത്, അത് മനുഷ്യരെല്ലാം കാണുന്ന കാര്യമാണ്. അത് തെളിയിക്കാൻ കഴിഞ്ഞു, പക്ഷേ ഇവരുടെ പങ്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന്. അതുപോലെ തന്നെ അജിൻസ് പറഞ്ഞ പോലെ തന്നെ ഇവർ സന്യാസ ജീവിതം സ്വീകരിച്ച ഒരാൾക്ക് പിന്നീട് ഭൗതികമായി ഇത് അങ്ങനെ ഒരു സ്വത്തുണ്ടാവില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ. സോ നമ്മൾ കാണുന്നത് ഇതൊക്കെ ഒരു തമാശയായി മാറുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ കോടതിയിൽ നിന്ന് പോലും ഉണ്ടാകുന്നു. ഇത് വളരെ മനഃപൂർവ്വം തന്നെ കെട്ടിപ്പൊക്കി അല്ലെങ്കിൽ ഇത് ഇവരെ കുറ്റവിമുക്തരാക്കുന്നതിന് വേണ്ടി തന്നെ അത് ബിൽഡ് ചെയ്ത കേസാണ് എന്നുള്ളത് പിന്നീട് നമുക്ക് വളരെ NIA ഏറ്റെടുത്തതിന് ശേഷമുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പായി മനസ്സിലാക്കാം. ഇപ്പോൾ ഹേമന്ത് കർക്കരെയുടെ അതിലെ അദ്ദേഹം കൊല്ലപ്പെട്ടത് തന്നെ വളരെ സംശയജനകമാണ്. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ പിന്നീട് നടന്നിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ കൊല്ലപ്പെടേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നില്ല ഹേമന്ത് കർക്കരെ ആ ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് എന്ന തരത്തിൽ പലരുടെയും സാക്ഷിമൊഴികളുണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടായിട്ടും നമുക്കിപ്പോഴും അക്കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഇപ്പോൾ കവിതാ കർക്കരെ അതിനുവേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തു. പക്ഷേ പിന്നീട് അവർ മരിച്ചു പോകേണ്ടത് ഒരു ബ്രെയിൻ ഹെമറേജ് ആയിരുന്നു അല്ലേ, അങ്ങനെ ഒരു പെട്ടെന്നൊരു അസുഖമൊന്നും വരും. അല്ലാതെ ആരും തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അതിനുവേണ്ടി നിന്നോ ഇല്ല, മറ്റാരെങ്കിലും നിന്നോ ഇല്ല, അവർ ഒറ്റയാൾ ഫൈറ്റ് അവർ നടത്തുകയായിരുന്നു. അപ്പോൾ ഹേമന്ത് കർക്കരെയുടെ കൊലപാതകത്തോടു കൂടിയാണ് ഈ കേസ് മുഴുവൻ മാറുന്നത് എന്ന് ഒരർത്ഥത്തിൽ പറയാം. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ അക്കാലം മുതലേ ഉള്ള അവരുടെ ഒരു ഷെയ്ഡി ക്യാരക്ടേഴ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിരുന്നു. അവർ കൂടുതൽ ഈ പറയുന്ന കേസുകളെല്ലാം തന്നെ ഒരുമിച്ച് ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഈ പറഞ്ഞ തരത്തിലുള്ള ഹിന്ദുത്വയുടെ പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന ഒരു സർജ്, ആ സർജിനെ ഏറ്റവും അധികം ആദ്യം അതിനൊരു സാഹചര്യം ഒരു കളമൊരുക്കിയ കേസുകളായിരുന്നു ഇത് എന്ന് പറയേണ്ടി വരും. ഇതിൽ പറഞ്ഞ പോലെ ആ കോട്ട് തന്നെയാണ്, അതായത് ഇങ്ങനെ അല്ലാത്തൊരു വിധി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയായിരുന്നില്ല. അതിനകത്ത് ഇനിയിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ശബ്ദിച്ചതുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും ശക്തമായത് ഉന്നയിക്കേണ്ടത്. കോൺഗ്രസ് പീരീഡിലാണ് നടന്നത്, UPA സർക്കാരിൻ്റെ കാലത്താണ് ഈ സംഭവം ഉണ്ടാവുന്നത്. എന്നിട്ട് പോലും അത്തരം കേസുകളിൽ ഒരു എന്താ പറയുക, യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണമെന്നൊരു താല്പര്യം അവർക്ക് പോലും ഉണ്ടാവുന്നില്ല എന്നത് വളരെ ദയനീയമായൊരു അവസ്ഥയാണ് കാണിക്കുന്നത്. അതെ, കാര്യങ്ങൾ വ്യക്തമാണ്. നിലവിൽ ഈ NIA കോടതിയുടെ വിധിക്കെതിരെ ഇതിൽ ഇരകളാക്കപ്പെട്ടവരെ കുടുംബങ്ങൾ അപ്പീലുമായി വീണ് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ കോടതിയിൽ നിന്ന് മറിച്ചെന്തെങ്കിലും ഈ കാലത്ത് നീക്കം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം.